ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഏട്ടൻ തിരിച്ച് ദുബായിക്ക് പോവാണ്. 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം തിരിച്ച് അവൻ്റെ വർക്കിന് പോവാണ്. 3 മാസമായി. എനിക്ക് വേറെ ആക്സിഡൻ്റ് ആയപ്പോഴാണ് അവൻ വന്നത്. എമർജൻസി ലീവ് എടുത്തിട്ട് വന്നതാണ്. സൗദിയിലായിരുന്നു. ഇനി തിരിച്ച് ദുബായിക്ക് വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോവും. 3 മണിക്ക് ഫ്ലൈറ്റ്. ഇനി പോയി കഴിഞ്ഞാൽ 1 വർഷമൊക്കെ കഴിയും. അതിൻ്റെ ഇടയിൽ ലീവ് കിട്ടുമ്പോൾ വരും. അപ്പോൾ അവന് പോയി ഡ്രോപ്പ് ചെയ്യണം. ഞാനും അമ്മയും അച്ഛനും കൂടെ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരും. നമ്മുടെ കുട്ടപ്പൻ സെല്ലിലാണ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. ഗൈസ്, പോണതിന് മുമ്പ് കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു. എന്താ ഫോക്കസ് ആവാത്ത? അച്ഛൻ അവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണ്ട്. 8:30 ഇറങ്ങാലേ? ഞങ്ങൾ റെഡിയായി. ഇനി മെല്ലെ എയർപോർട്ടിലേക്ക് ചലിക്കുകയാണ് ഗൈസ്. ബൈ ദ ബൈ. ഇന്നത്തെ ഡ്രൈവർ ഉദയകുമാർ സാറാണ്. ഹായ് ഉദയകുമാർ സാർ. നമ്മള് ഇനി ഫുഡ് കഴിക്കണ്ട ഉച്ചക്ക്. ഇവനെ കഴിച്ചിട്ടാ ഉള്ളിക്ക് കയറ്റി വിടണ അല്ലേ? അപ്പൊ ഇനി എന്താണ്, ഒന്നുമില്ല. പോകുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ പ്ലെയിനിൽ കയറ്റി വിടുന്നു, വരുന്നു. ഏട്ടാ, എന്താണ് അഭിപ്രായം? പോണതിന്റെ ഫീലിങ്സ് എന്താണ്? ഇപ്പോഴത്തെ ഫീലിങ്സ് ഒന്നുമില്ല. ഗുഡ് ഫീൽ ഓൺലി, ഗുഡ് വൈബ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്പോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. ഏട്ടൻ പോണതിൽ സങ്കടം ഉണ്ടോ? പെട്ടെന്ന് വരട്ടെ. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് പോയോ? അതെ, എന്നാലും കാണണം തോന്നിയാ വിളിച്ചാ വേഗം വരുമല്ലോ. പോവല്ലേ? കരയോ? പ്ലീസ് ഒന്ന് കരയി, ഒന്ന് കരയി. ഏട്ടൻ കരയോ? പിന്നെ ഇവിടുന്ന് കണ്ണിന്ന് ഒന്നും വരില്ല ഗായ്സ്, പറഞ്ഞിട്ട് കാര്യമില്ല. കരയാൻ വേണമെങ്കിൽ ആ മഞ്ഞ ഡ്രസ് ഇട്ട് ഒരാൾ മാത്രമേ കരയാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ അതും കരയൊന്നുമില്ല. ഓക്കെ ഗായ്സ്, എയർപോർട്ട് എത്താനായി. ബൈ ഗായ്സ്. ഞങ്ങൾ എവിടെയാണ്? ശരവണ ഭവനിലെത്തിയിരിക്കുന്നു. ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട്. ഫുഡ് കഴിച്ചിട്ട് പോണതാ നല്ലത്. വിശക്കണു, നല്ല വിശപ്പ്. രാവിലെ നേരത്തെ ഫുഡ് കഴിച്ചാണേ നല്ല വിശപ്പ്. വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു ഗൈസ്. ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പില്ലേ? ചോറ് കഴിക്കണ, റോസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, എന്ത് വേണേലും കഴിക്കാം. ഉഴുന്ന് വേടാ. ഇതിപ്പോ സംഭവം അമ്മയ്ക്ക് പറഞ്ഞാണ്, അച്ഛൻ കഴിക്കണ്ടേ. ഗൈസ്, ഞങ്ങൾ പറഞ്ഞ റോസ്റ്റ് എത്തിയിരിക്കുന്ന ഗൈസ്. യെസ്. ഊണാ പറഞ്ഞു. മീൽസ് പപ്പടം പോലെ പൊടിയുന്നുണ്ട്. എത്ര ഉണ്ടല്ലോ പപ്പടം. ചോറ് വന്നു ഗൈസ്.
എങ്ങനെയുണ്ടാ ചോറ് എങ്ങനെയുണ്ട്? അതുണ്ട് ശരിക്കേ. വിവേക് ഉദയകുമാർ ഗൈസ്, ഞാനും അച്ഛനും കൂടെ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഏട്ടനും അമ്മയും മേലെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. മേലെ പോയിട്ട് അവനെ യാത്ര അയച്ചിട്ട് ഇനി ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് സ്ഥലം വിടും. ടെർമിനൽ 3-ലാണ് അവൻ്റെ ബോർഡിങ്. അപ്പോൾ ഇനി അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. 1 മണിക്കാണ് ഉള്ളിലേക്ക് പോകണ്ടേ. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുള്ളൂ. ഇനി ഒരു ഹാഫ് ആൻ അവർ അവൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാം. എന്താണ് മകൻ പോണതിൽ സങ്കടം ഉണ്ടോ? ഒരു സങ്കടം ഉണ്ടാവില്ല. ഹാപ്പി, ഫുൾ ഹാപ്പി. ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത് കൊച്ചി എയർപോർട്ട്. രണ്ടാമത്തെ. മുമ്പ് വെല്ലേച്ചിനെ വിടാൻ വന്നാ? അല്ല, ഏട്ടനെ തന്നെ മുമ്പ് വിടാൻ വന്നു. ഏട്ടനെ തന്നെ ആദ്യം പോകുമ്പോ അച്ഛനാ വിടാൻ വന്നത്. സൗദി അറേബ്യ. ഇപ്പൊ പോകുന്നത് ദുബായ്. ഞങ്ങളിവിടെ ഒരു വ്യൂവേഴ്സ് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് പോയിട്ട് എന്താണ് നോക്കാൻ പറഞ്ഞിട്ട് പോവാണ്. അവിടെ പോയി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പ്ലെയിനൊക്കെ പോകണം നോക്കാമല്ലോ അല്ലേ. പിന്നെ 3 മണിക്കാണ്, പക്ഷെ 2 മണിക്കൂറേ പാർക്കിംഗ് തന്നിട്ടുള്ളൂ. 100 രൂപ പാർക്കിംഗ് ഫീസ്, 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിട്ട് നോക്കട്ടെ കേട്ടോ, വ്യൂവേഴ്സ് ഗാലറിയിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമെന്ന്. അവിടെ ഒരു സെക്യൂരിറ്റി മാഡം ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം ഉള്ളിലൊക്കെ കയറാൻ പറ്റുമെന്ന്. നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അത് എത്ര രൂപയാ? ഒരാൾക്ക് 100 അല്ലേ? ഒരാൾക്ക് 100 രൂപ വ്യൂവേഴ്സ് ഗാലറി. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, 100 രൂപ ഓക്കെയാണ്. ഇതാണ് സംഭവം. ബായ് പറയൂ. അവൻ പോവാണ്. അപ്പൊ അവനെ യാത്ര അയച്ചിട്ടാണ്, അവനെ കരയിപ്പിച്ചു ചെറുതായിട്ട്. ഓക്കെ ഗൈസ്. അത്രയും നേരം സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പൊ ചെറിയൊരു വിഷമം. അമ്മൻ്റെയും അച്ഛൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു ഗൈസ്. എല്ലാവർക്കും ഒരു സങ്കടം. കുഴപ്പമില്ല, ഓക്കെയാണ്. എന്തിനി ഈ വീട് അവിടെ എത്തിയാലേ കാണുന്നു. ഏട്ടാ ഹാപ്പി ജേണി. കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി, ഞാനും വിട്ടു. നന്നായി യാത്രയൊക്കെ ചെയ്ത് സേഫായിട്ട് അവിടെ ഇരിക്കുക. പിന്നെ അമ്മയും പറഞ്ഞു, പിന്നെ കുറേ ടെൻഷനൊക്കെ ഉണ്ടാവും, സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും. അതൊന്ന് ഒരുപാട് തലയിൽ കയറ്റി വയ്ക്കാണ്ട് എല്ലാം ഓവർകം ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കുക. വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ടെൻഷനൊക്കെ പോസിറ്റീവായി കണ്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഞങ്ങളപ്പോൾ പോകണം കേട്ടോ, വിളിക്കാം. ബൈ പറ. ബൈ ബൈ. ഞങ്ങൾ കുറച്ച് നേരം വ്യൂവേഴ്സ് ഗാലറിയിൽ പോയിട്ട് വരാം ഗൈസ്. ഇതാണ് വ്യൂവേഴ്സ് ഗാലറി. ഇവിടെ നല്ല തണുപ്പുണ്ട്, AC ഉണ്ട്. അത് ഇരിക്കണതാണ് നല്ലത്. അമ്മ ഉണ്ട്, അച്ഛനില്ല. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വെറുതെ ഒരു 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്ലെയിന് പറക്കണത് കാണാൻ അച്ഛന് മോഡില്ല. അമ്മ എന്താ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. വന്നു കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ ഗായ്സ്.
ആ കാണുന്ന ചുവപ്പാണ് ഏട്ടൻ പോകുന്ന ഫ്ലൈറ്റ്, എയർ അറേബ്യ.